ഈ പാർലമെൻറ്റ് പാസാക്കിയ രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്നതിനേക്കാൾ ഉപരിയായി ഈ കോമൺ സെൻസിനെതിരാണ്. ഉദാഹരണമായി ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ് അതിലെ ചില പ്രൊവിഷൻസ് എന്നതിൻ്റെ ഉദാഹരണം. മുസ്ലിമിനൊരു പുനർനിർവചനം കൊടുത്തിരിക്കുകയാണ്. കാരണം വഖഫ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം അദ്ദേഹത്തിൻ്റെ വസ്തു അള്ളാഹുവിങ്കിലേക്ക് അർപ്പിക്കുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. അതിനുടമസ്ഥൻ അള്ളാഹുവായി മാറുന്നു. അപ്പോൾ ആ മുസ്ലിം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അവനാണ് മുസ്ലിം. അതായത് അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ല, പ്രവാചകൻ അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് എന്നതാണ്. ഇങ്ങനെ വാക്കാൽ പറഞ്ഞ ഒരാൾ, വിശ്വസിക്കുന്ന ഒരാൾ മുസ്ലിമാണ്. ഈ ആക്ടിൽ പറയുന്നത് പ്രാക്ടീസിങ് മുസ്ലിമായി 5 കൊല്ലം പ്രവർത്തിച്ച ആൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ പ്രാക്ടീസിങ് മുസ്ലിം എന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കരിക്കുക, ധർമ്മം കൊടുക്കുക, സത്യസന്ധമായി ഖുർആൻ വിവക്ഷിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക. ഇങ്ങനെ 5 കൊല്ലം ഇങ്ങനെ ഒരാൾ പ്രവർത്തിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ട കോമ്പിറ്റൻ്റ് അധികാരി ആരാണ്? അപ്പം മുസ്ലിമിനൊരു പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്നത് ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ നഗ്നമായ ലംഘനവും അതൊരു കോമൺ സെൻസ് വ്യൂവിനെതിരുമാണ്. ഇങ്ങനെയൊരു നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കാൻ ഭരണഘടന ആർട്ടിക്കിൾ 13(2) അനുസരിച്ച് യാതൊരു അധികാരവും അവകാശവുമില്ല.